അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ന്യൂസുകളിലൂടെ, വാർത്തകളിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം ഇന്നലെയും മെനഞ്ഞാന്നുമായൊക്കെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാന്നാർ എന്ന സ്ഥലം, അതായത് പരുമലപ്പള്ളി എല്ലാവർക്കും അറിയുന്നതാണ്. ആ പരുമലയ്ക്കടുത്തുള്ള മാന്നാർ എന്ന പ്രദേശം, ആ മാന്നാർ എന്ന ടൗണിനോട് അടുത്ത് ഇരമത്തൂർ ഭാഗത്തായി ഒരു കൊലപാതകം നടക്കുകയാണ്. അത് 15-17 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത്. ആ ഗ്രാമം വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടുണർന്നത്. കല എന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് കൊന്ന് കുഴിച്ചു മൂടുകയാണ്. വളരെ ദാരുണമായ സംഭവം, ഖേദകരമായ ഒരു സംഭവം. ആ അനിൽകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ശ്രീകല എന്നു പേരുള്ള ആ പെൺകുട്ടി, എന്നാൽ അവൻ ആ കുട്ടിയെ കൊന്നുകളയുകയായിരുന്നു, അവൻ്റെ ഭാര്യയെ കൊന്നുകളയുകയായിരുന്നു. അവൻ ഗൾഫിൽ നിന്ന് വന്ന് തൻ്റെ ഭാര്യയെ എറണാകുളത്തു നിന്നും ജോലിസ്ഥലത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് അവളെ കൊന്നുകളയുകയും ആ ഭാര്യയെ കുഴിച്ചു മൂടാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തപ്പോൾ സുരേഷ് എന്ന കൂട്ടുകാരൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ്. ബാക്കിയുള്ള കൂട്ടുകാർ അവനോടൊപ്പം ചേർന്ന് ആ കൊല ചെയ്യപ്പെട്ട് തൻ്റെ കാറിൽ കൊണ്ടുവന്ന ഭാര്യയെ കുഴിച്ചു മൂടാനുള്ള തന്ത്രങ്ങൾ അവരെല്ലാവരും കൂടി മെനയുകയും തൻ്റെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് ആ സെപ്റ്റിക് ടാങ്കിൽ ആ ഭാര്യയെ കൊണ്ടുചെന്നിടുകയാണ്. എത്ര ദയയില്ലാതെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഭർത്താവും ഭാര്യയും ഒക്കെ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം, ചെറിയ വഴക്കുകൾ ഉണ്ടാകാം. എന്നാൽ ഇതുപോലുള്ള കൊലപാതകങ്ങളാണോ അതിനുള്ള പരിഹാരം? പരിഹാരമാർഗങ്ങൾ എന്തെല്ലാമുണ്ട്? ആ കല എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് ഈ ഭർത്താവ് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ട് എന്നിരിക്കട്ടെ, അത് സത്യമാണോ കളവാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നിരിക്കട്ടെ, എന്നാൽ അവളെ ഒഴിവാക്കി വിട്ടാൽ പോരെ? എന്തിനാണ് ഇവൻ ആ പെൺകുട്ടിയെ കൊന്നുകളയുന്നത്? കൊന്നാൽ അതിന് പരിഹാരമാകുമോ? അതല്ല, ഇനി ഇവൻ കൊന്ന് പിടിക്കപ്പെട്ടാൽ തന്നെ ഇവൻ്റെ ജീവിതവും നഷ്ടപ്പെടുകയല്ലേ? അങ്ങനെ ഒരാൾ മറ്റൊരു മോശമായ പ്രവർത്തനത്തിലേക്ക് ഒരു ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോൾ മറ്റൊരാളുമായി ബന്ധം പുലർത്തിയാൽ, മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ നമ്മളെ വേണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക, പോകട്ടെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് പോലെ വിട്ടുകളഞ്ഞേക്കുക. അല്ലാതെ വളരെ ക്രൂരമായ നിലയിൽ കൊന്നുകളയാൻ ഒരാളെയും ആരും അനുവദിക്കുന്നില്ല. ഒരു മതവും അനുവദിക്കുന്നില്ല, ഒരു നിയമങ്ങളും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്ത് കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൊലപാതകങ്ങൾ പരസ്പര വിദ്വേഷത്തിൻ്റെ പേരിൽ, പരസ്പര സംശയത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞെട്ടലോടെ നമ്മൾ കേട്ട വാർത്തയാണ്, 15 വർഷം മുമ്പ് തൻ്റെ ഭാര്യയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ ഇട്ട് ആസിഡ് മൊഴിച്ച് നശിപ്പിച്ച് കളഞ്ഞ ഈ ഭർത്താവ് 15 വർഷമായി വിലസി നടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വേറൊരുത്തിനെ പ്രണയിച്ച് അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയതാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും അങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അവൻ. അവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവരതിലേക്കൊന്നും കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോയില്ല. എന്നാൽ ഈ അനിൽകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഈ കലയുടെ ഭർത്താവ്, അവൻ ഈ ഭാര്യയുടെ വീട്ടുകാരുമായൊക്കെ ഇപ്പോഴും നല്ല ബന്ധം പുലർത്തി പോരുകയാണ്, സംശയമില്ലാതിരിക്കാൻ. എന്നിട്ടോ വേറെ എവിടെ നിന്നോ ഏതോ ഒരു പെണ്ണിനെ ഉപയോഗിച്ച് ഈ പെൺകുട്ടി കലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ പാലക്കാടുണ്ട്, ഞാൻ സുഖമായി ജീവിക്കുന്നു, ഞാൻ മറ്റൊരാളുടെ കൂടെ ജീവിക്കുകയാണ്, എന്നെ ആരും തിരഞ്ഞു വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഏതോ ഒരു പെണ്ണ് ഫോൺ ചെയ്യുകയാണ്. അത് ഈ അനിൽകുമാർ ആരെ കൊണ്ടോ വിളിപ്പിച്ചതാണ്. അതൊക്കെ ഇനി തെളിയാനുള്ളതാണ്. ആരെയോ ഉപയോഗിച്ച് വിളിപ്പിച്ചതാണ്. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളപ്പെട്ട ഈ പെൺകുട്ടി ഒരിക്കലും വിളിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഇരമത്തൂർ ഭാഗത്തു നിന്നും, മാന്നാർ ആ ഭാഗത്തു നിന്നും ഒരു ഊമക്കത്ത് ആലപ്പുഴ SP കിട്ടുകയാണ്. ആ SP ആ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് അന്വേഷിക്കുന്നു.
അന്വേഷണത്തിൽ പലരെയും പിടിക്കുകയാണ്. പലരെയും പിടികൂടിയപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ആ തെളിവുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, വളരെ ദാരുണമായ ഒരു സംഭവം കേരളക്കരയിലെ മാന്നാറിൽ അരങ്ങേറിയിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലരും ആവേശത്തോടെ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഓടിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ പഴയ സിനിമകളൊക്കെ തൻ്റെ വീട്ടിലെ TV-യിലൂടെ, കേബിൾ മുഖേന, ചാനലുകൾ മുഖേന, യൂട്യൂബിലൂടെ പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും വലിയവരുമൊക്കെ ഇത് കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സിനിമകൾ കൊണ്ട് എന്ത് ഉപകാരമാണ് മനുഷ്യനുള്ളത്? നമ്മൾ ഈ സിനിമകൾ ഇങ്ങനെ കണ്ടു തീർക്കുന്ന ഓരോ ദിവസവും പല പല സിനിമകൾ ഇറങ്ങുമ്പോഴും ആ സിനിമകളൊക്കെ കണ്ട് ഇങ്ങനെ തീർക്കുകയാണ്. ഈ കാണുന്നതിലൂടെ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഈ സിനിമകളൊക്കെ കാണുന്നതിലൂടെ എന്തുപകാരമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്? ഒരു ഉപകാരവുമില്ല. ഇത് കാണുന്നതിലൂടെ ക്രിമിനലുകൾ വർദ്ധിക്കുകയാണ്, മദ്യപാനികൾ വർദ്ധിക്കുകയാണ്, കൊലപാതകികൾ വർദ്ധിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സിനിമകളിൽ ഒരുപാട് കൊലപാതകങ്ങളാണ് മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പല രൂപത്തിലുള്ള കൊലപാതകങ്ങൾ. ഒരാളെ കൊലപ്പെടുത്തിയാൽ എങ്ങനെ ആ തെളിവ് നശിപ്പിച്ച് കളയാം എന്നൊക്കെ സിനിമകളിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, ഇതൊക്കെ സിനിമകളിലൂടെ കുട്ടികളും ചെറുപ്പക്കാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ അങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ അതുപോലെ നമുക്കും ഒന്ന് ആയാലെന്താ എന്ന് ചെറുപ്പക്കാർ ചിന്തിക്കുകയാണ്. ഇനി തൻ്റെ ഭാര്യയോട് ദേഷ്യം വരുമ്പോൾ ആ സിനിമയിൽ കണ്ടതുപോലെ കൊല ചെയ്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞാൽ പിടികൂടുകയില്ല എന്ന് ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, ഇതൊക്കെ സിനിമയിലൂടെ കുട്ടികളും ചെറുപ്പക്കാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉപകാരവും ജനങ്ങൾക്കില്ലാത്ത ഒന്നാണ് സിനിമ എന്നുള്ളത്. അതുകൊണ്ട് സിനിമകൾ പരമാവധി ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. ഈ സിനിമകളിൽ അഭിനയിക്കുന്നവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വാങ്ങി അവർ വലിയ കോടീശ്വരന്മാരായി വിലസുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയ VIP-കളായി, സിനിമയിൽ അഭിനയിച്ചവർ വലിയ VIP-കളായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി VIP-കളായി വിലസുകയാണ്. നിങ്ങൾ നോക്കൂ, ആരുടെയും പേര് നമുക്ക് പറയേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, എത്ര സിനിമാ നടന്മാരാണ് കോടികൾ ആസ്തിയുള്ളവരാണ്. എന്നാൽ ഈ വെറും പാവപ്പെട്ട, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവർ അവർ അധ്വാനിക്കുന്ന പൈസ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്ത് ഇവരുടെ സിനിമകൾ കാണുകയാണ്. അവർ അങ്ങനെ വലിയ സമ്പന്നരായി മാറുന്നു, ഇവൻ പാവപ്പെട്ടവനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ക്രിമിനലുകളും കൊലപാതകികളും ബലാത്സംഗം ചെയ്യുന്നവരും പീഡിപ്പിക്കുന്നവരുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളന്മാരും കൊള്ളക്കാരും ഗുണ്ടകളും, ഇതെല്ലാം സിനിമകൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ്. നമ്മളല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് ചിന്തിച്ചു നോക്കുമോ, ഈ പറയുന്നത് ശരിയല്ലേ എന്ന്. മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു വാർത്ത പത്രത്തിൽ ഞാൻ വായിച്ചു. ഇപ്പോഴും ആ പത്രത്തിൻ്റെ കട്ടിങ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാനത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ 13 വയസ്സുള്ള ഒരു കുട്ടി, 13 വയസ്സുള്ള ഒരു ആൺകുട്ടി, അവൻ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ, പീഡിപ്പിക്കാൻ ആ കുട്ടിയെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ കൊന്നുകളഞ്ഞു. ഈ 13 വയസ്സുകാരൻ 23 വയസ്സുള്ള പെൺകുട്ടിയെ കൊന്നുകളയുകയാണ്. മലപ്പുറം ജില്ലയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. പത്രത്തിൽ വന്ന വാർത്തയാണ്. അവനെ പിടികൂടി. ഈ പെൺകുട്ടി ആടിനെ കെട്ടാൻ വേണ്ടി പോയതാണ്. ആടിന് പുല്ലുമേയാൻ വേണ്ടി ആടിനെ കൊണ്ടുപോയി പറമ്പിൽ കെട്ടാൻ വേണ്ടി പോയതാണ്. എന്നാൽ ഈ പെൺകുട്ടി തിരിച്ചു വന്നില്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ അതാ മരിച്ചു കിടക്കുന്നു. നോക്കിയപ്പോൾ ആരോ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പാടുകളുണ്ട്. കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അന്വേഷണം നീണ്ടു. അന്വേഷണം ചെന്നെത്തിയത് 13 വയസ്സുകാരനിലാണ്. 13 വയസ്സുകാരനിലാണ് അന്വേഷണം ചെന്നെത്തിയത്. ആ 13 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എല്ലാ ദിവസവും ആടിനെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി ഈ 23 വയസ്സുകാരിയായ പെൺകുട്ടി പോകാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ സഹോദരിയെ പീഡിപ്പിക്കണമെന്ന് ആഗ്രഹം വന്നു. ആ പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആഗ്രഹം വന്നു.
അപ്പോൾ പോലീസ് ചോദിച്ചു, 13 വയസ്സുള്ള നിനക്ക് ഈ 23 വയസ്സുള്ള ഇവരോട് ഇങ്ങനെ ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് സിനിമയാണ് അതിന് പ്രേരണയായത്. സിനിമയിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുത്തതാണ്. ആ ആഗ്രഹവുമായി ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് എല്ലാ ദിവസവും ഒറ്റയ്ക്ക് ആടിനെ കെട്ടാൻ വേണ്ടി ഇവർ പോകുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു ദിവസം ഞാൻ തന്ത്രം മെനഞ്ഞു, ഇവരെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാൻ, പീഡിപ്പിക്കാൻ, എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു ദിവസം ഇവർ ആടിനെ കെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കയറി പിടിച്ചു. പക്ഷെ അവർ കുതറി ഓടാൻ ശ്രമിച്ചു, ഞാൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. എൻ്റെയും അവരുടെയും ആരോഗ്യം അത് 13 വയസ്സുകാരും 23 വയസ്സുകാരിയുമായതുകൊണ്ട് അവർ കീഴ്പ്പെട്ടില്ല. അവർ കുതറി ഓടാൻ അങ്ങനെ ശ്രമിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ തള്ളിമറിച്ചിടുകയും ഞാൻ അവരെ കഴുത്ത് ഞെരിച്ച് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ച് മുറുക്കി ഞാൻ കൊലപ്പെടുത്തിയതാണ് എന്ന് ഈ 13 വയസ്സുകാരൻ പോലീസിനോട് സമ്മതിക്കുകയാണ്. കാരണം ഇവൾ ഓടി രക്ഷപ്പെട്ടു പോയാൽ ഇവന് നാണക്കേടാകുമെന്ന് കണ്ടപ്പോൾ പിന്നെ കൊലപ്പെടുത്തുക എന്നതാണ്. അങ്ങനെ ഞാൻ കൊലപ്പെടുത്തിയതാണ് എന്ന് ഈ 13 വയസ്സുകാരൻ പോലീസിനോട് സമ്മതിച്ചു. അവന് പ്രേരണയായത്, ഈ 23 വയസ്സുകാരിയെ കൊന്നുകളയാൻ പ്രേരണയായത് സിനിമയാണ് എന്ന് നമ്മൾ പറഞ്ഞതല്ല, കൊന്ന ആ 13 വയസ്സുകാരൻ പറഞ്ഞതാണ്. അപ്പോൾ സിനിമ കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടായത്? ഈ കുട്ടി 13 വയസ്സുകാരനായി ഈ കുട്ടി കണ്ട സിനിമ കൊണ്ട് ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ സിനിമ കൊണ്ട് എന്തുണ്ടായി? ഒരു സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടു, 13 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഇതല്ലേ കിട്ടിയ ഉപകാരം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുട്ടികളെ സിനിമയും സീരിയലും ഒക്കെ കാണിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരും ശ്രദ്ധിക്കുക. ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവുമില്ല. നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നു, നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകൾ ഉടലെടുത്തു വരുന്നു എന്നത് മാത്രമാണ് ഉപകാരം. അതുകൊണ്ട് മാന്നാറിലെ ഈ കലയുടെ കൊലപാതകം മാത്രമല്ല, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പല കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇവർക്ക് പ്രേരണയാകുന്നതും അതല്ല, ഇനി അങ്ങനെ കൊലപ്പെടുത്തണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ തന്ത്രങ്ങൾ പഠിച്ചെടുക്കുന്നതും സിനിമകളിലൂടെയാണ് എന്നത് നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും വളരെയധികം ഖേദകരമായ, വേദനാജനകമായ ഒരു സംഭവമാണ് മാന്നാറിൽ അരങ്ങേറിയിരിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും കേരളക്കരയിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ ഒരു രാഷ്ട്രത്തിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.